വൺ പ്ലസിൻ്റെ വൺ പ്ലസ് പാഡ് 2 പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് പാഡ് 2 പ്രോ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വൺ പ്ലസ് പാഡ് 2 പ്രോയിൽ 13.2 ഇഞ്ചിൻ്റെ 3.4K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസും അതുപോലെ തന്നെ നല്ല റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പക്ഷേ LCD പാനലായിരിക്കും വരിക. അമോലെഡ് ഡിസ്പ്ലേ ഇതിൽ വന്നോളണം എന്നില്ല. പിന്നെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 600 നിറ്റ്സ് ആയിരിക്കും. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വന്നേക്കാം. അപ്പം അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള രീതിയിലായേനെ. പക്ഷേ ഇതിൽ LCD പാനലായിരിക്കും വരിക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം മികച്ചൊരു പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ടാബിൽ 16 GB റാം വരെയും 1 TB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. പിന്നെ LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വന്നേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സ്പീക്കേഴ്സും ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള OxygenOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. 13 മെഗാ പിക്സൽ ഒരു ക്യാമറ സെൻസർ ടാബിൻ്റെ പിന്നിൽ വരും. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ഇപ്പം അത്ര മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ടാബാണ്. ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പം ഈ ഒരു സ്പെസിഫിക്കേഷനും ടാബുകളുടെ കാര്യത്തിൽ ഓക്കെയാണ് ക്യാമറയുടെ കാര്യത്തിൽ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 10,000 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരും. പിന്നെ 67 വാട്ടിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ ഇതിൽ വന്നേക്കാം. Type C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മിക്കവാറും ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ജൂണിന് മുമ്പായിട്ട് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വൺ പ്ലസിൻ്റെ പാഡ് 2 ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനൊക്കെ ആയിട്ട് ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം വൺ പ്ലസ് പാഡ് 2 എന്നുള്ള ടാബ്ലറ്റിൻ്റെ വില 37,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന അത്യാവശ്യം നല്ല പ്രോസസ്സറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ടാബിൻ്റെ വില അതിനേക്കാൾ കുറച്ചുകൂടി കൂടാനാണ് സാധ്യത. നമുക്ക് ഒരു 45,000 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചൈനീസ് മാർക്കറ്റിൽ കുറച്ചും കൂടി നല്ലൊരു പ്രൈസിങ്ങിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും വൺ പ്ലസിൻ്റെ വൺ പ്ലസ് പാഡ് 2 പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.